രുചിക്കൂട്ട്. നമ്മളുടെ വീടുകളിൽ വളരെയധികം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ഫലവർഗ്ഗമാണ് പഴങ്ങൾ എന്ന് പറയുന്നത്. സാധാരണ വാഴപ്പഴമായാലും റോബസ്റ്റ ആയാലും ഞാലിപ്പൂവൻ പഴമായാലും പാളയംകോടൻ പഴമായാലും എല്ലാം നമ്മൾ ഒരു കൊല പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിക്കും, വളരെയധികം നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. പഴം നമ്മൾക്ക് പൾപ്പാക്കിയതിന് ശേഷം പഞ്ചസാരയും ചേർത്ത് നന്നായി കുറുക്കിയെടുത്ത് അതിൽ ഓറഞ്ച് ജ്യൂസോ ഒക്കെ ചേർത്ത് ജാമിൻ്റെ പരുവത്തിലാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ബ്രെഡിൻ്റെ കൂടെയോ അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം പഴം ഇങ്ങനെ നഷ്ടപ്പെടുത്താതെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കണം. അതിൽ ഏറ്റവും നല്ലതെന്ന് ജാം ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ നാരങ്ങ നീര്, ഓറഞ്ച് ഇതൊക്കെ നന്നായി ചേരും. അതിനൊരു ഫ്ലേവറും കിട്ടും, ഒരു ഇത്തിരി നല്ല രുചിയും കിട്ടും. ഈ സ്പൈസസ് ഒക്കെ ചേർക്കുന്നതിലും നല്ലൊരു രുചിയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. കളർ വേണമെങ്കിൽ ഒരല്പം കളറും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള കളറൊക്കെ വാങ്ങാൻ കടകളിൽ നിന്ന് ധാരാളം ലഭ്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് വയ്ക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഡെസേർട്ട് രൂപത്തിൽ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി പഞ്ചസാര ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരെ ആക്കുക. അപ്പോൾ അതിനകത്തിൻ്റെ മധുരവും നിലനിർത്തണം, ഒരു കളർ മാറണം, അതായത് തേനിൻ്റെ കളറിൽ. അതിലേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് യോജിപ്പിക്കണം. ഓറഞ്ച് ജ്യൂസ് അത് വളരെ അധികമൊന്നും ചേർക്കേണ്ട, വല്ലാതെ നീണ്ടൊന്നും പോകേണ്ട, ഒരു കുറുകിയ പരുവത്തിൽ ചേർത്തിട്ട് പഴം, റോബസ്റ്റ പഴമാണ് ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും നല്ലത്. പഴം മുറിച്ചതിന് ശേഷം അത് ആ ഒരു പാനിൽ നിരത്തിയിട്ട് തിരിച്ചും മറിച്ചും വെച്ച് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നത് പോലെ ആക്കിയെടുക്കുക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബദാമോ പിസ്തയോ പോലെയുള്ള നട്ട്സും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസിൻ്റെ പുറംതൊലി, അതിലെ വെള്ള ഭാഗം വരാതെ തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്ന് കുറച്ചൊന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇടാവുന്നതാണ്. ഇത് നമുക്ക് ഐസ്ക്രീമിനൊപ്പമോ കസ്റ്റാർഡിനൊപ്പമോ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഏത്തപ്പഴമാണോ ഉള്ളതെങ്കിൽ ഏത്തപ്പഴം എന്ത് ചെയ്യണം, അത് ഒന്ന് എടുത്തിട്ട് അതിൽ കൂടെ കുറച്ച് പഞ്ചസാരയും നെയ്യും വെള്ളവും ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായി മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് തിളപ്പിക്കണം. നല്ലവണ്ണം വെന്ത് അതൊരു ജ്യൂസി ആയിട്ട് പുറത്തൊക്കെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പരുവാകുമ്പോൾ നമ്മളത് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ ഉണക്കമുന്തിരിയും കശുവണ്ടിയും ഒക്കെ ഒന്ന് ഗാർണിഷ് ചെയ്താൽ അത് അങ്ങനെയും കഴിക്കാൻ വളരെയധികം നല്ലതാണ്, രുചികരമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ അത് അതിലും രുചിയായിട്ട് നമുക്ക് കഴിക്കാം. തേങ്ങാപ്പാലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ കലക്കി അത് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറുക്കിയെടുത്താൽ ഒരു പായസം പോലെയും ഇരിക്കും. നമ്മളൊന്ന് മനസ്സിരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്തരം നമ്മളുടെ ചുറ്റുപാടുമുള്ള പഴവർഗ്ഗങ്ങളൊക്കെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ കഴിയും. രുചിക്കൂട്ട്. നിർവഹണം ലീന.